വിജയ് പടം എന്ന് പറഞ്ഞ സെലിബ്രേഷൻ ആണ്. കണ്ടില്ലേ ഇതിനപ്പം എന്താ വേണം? കൊല്ലം പൂരത്തിന് തൃശ്ശൂർ പൂരത്തിനുണ്ടോ ഇത്ര ഇളക്കം? ഇല്ല, വേറെ ആനയുടെ കീഴിൽ നിന്ന് ചെണ്ടോട്ടം മാത്രമേ അറിയത്തുള്ളൂ. ആടാൻ അറിയണമെങ്കിൽ ഇവിടെ വരണം. പക്ഷെ നോർമൽ ഒരു വിജയ് പടത്തിന് ഹൈപ്പ് ഇല്ല എന്ന് തോന്നി. ഹൈപ്പില്ല, ഒട്ടും ഹൈപ്പില്ല. പരിപാടി തന്നെ ലിയോട് അത്ര വന്നിട്ടില്ല. നെഗറ്റീവായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. കാരണം അണ്ണന്റെ അവസാനത്തെ പടം ഇല്ലേ, എങ്ങനെ നമുക്ക് ആഘോഷിക്കണം പടം, അത്രേ ഉള്ളൂ. എക്സ്പെക്ടേഷൻ നമ്മളെ വെങ്കട് പ്രഭുവിന്റെ അല്ലേ, എന്നെ കൊള്ളാതിരിക്കും. അല്ല, പടം എന്തായാലും തൂക്കും, അത് വേറെ കാര്യം. കളക്ഷൻ എന്തായാലും അടിക്കുന്നത് നെഗറ്റീവ് ആണെങ്കിലും, പക്ഷെ പോസിറ്റീവായ ഒന്നും പറയണ്ട. Hi friends, welcome back to the most energetic days of my movie response career. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാനൊരു 4 വർഷത്തിലധികമായിട്ട് ഞങ്ങൾ കുറേ മൂവി റെസ്പോൺസ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഒരു വിജയ് പടത്തിൻ്റെ അടുത്തോ അതിന് മുകളിലോ നിൽക്കുന്ന ഒരു എനർജി ഒരു പടത്തിനും എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒറ്റ പേര് തളപതി വിജയ്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് മുതൽ ഓരോ അപ്ഡേറ്റും, അതും റെക്കോർഡുകളെല്ലാം തിരുത്തിക്കൊണ്ട് ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമാ ലോകത്ത് തന്നെ മറ്റൊരു സൂപ്പർ സ്റ്റാർ ഇനി ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ്. പുള്ളിയുടെ കരിയർ അവസാനിപ്പിച്ചു എന്ന് അറിഞ്ഞിട്ടും ഉള്ള ഒരു പടമാണ്. വലിയ ആളും ആരവങ്ങളൊന്നും ഇല്ലാന്ന് നമ്മൾ വിചാരിച്ചെങ്കിലും ഫാൻസ് അത് അർമാദിക്കും. അതാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അപ്പോൾ എന്തായാലും ഫാൻസിന് പടത്തെ പറ്റിയുള്ള പ്രതീക്ഷ എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നേരെ റെസ്പോൺസിലേക്ക്. ബ്രോ, പടം കൊള്ളത്തില്ലെങ്കിലും കൊള്ളാമെങ്കിലും അണ്ണ എപ്പോഴും ഉയരാ. അതിപ്പോ എന്ത് മറ്റേ ആയാലും അണ്ണൻ കെഞ്ച ഇവിടെ ഇരിക്കുന്ന വേറെ ഒന്നുമില്ല. പടം ആരും എക്സ്പെക്ട് ചെയ്യുന്നത്, നമുക്ക് അണ്ണന്റെ പിക്ചർ പടത്തിൽ അത് കണ്ടാൽ മതി, അത് മതി. വിജയ് പടം എന്ന് പറഞ്ഞ സെലിബ്രേഷൻ ആണ്. കണ്ടില്ലേ ഇതിനപ്പം എന്താ വേണം? കൊല്ലം പൂരത്തിന് തൃശ്ശൂർ പൂരത്തിനുണ്ടോ ഇത്ര ഇളക്കം? ഇല്ല, വേറെ ആനയുടെ കീഴിൽ നിന്ന് ചെണ്ടോട്ടം മാത്രമേ അറിയത്തുള്ളൂ. ആടാൻ അറിയണമെങ്കിൽ ഇവിടെ വരണം. എക്സ്പെക്ടേഷൻ നമ്മളെ വെങ്കട് പ്രഭുവിന്റെ അല്ലേ, എന്നെ കൊള്ളാതിരിക്കും. അപ്പൊ വിജയ് പടം എന്ന് പറഞ്ഞാൽ ഒരു നടനും ഇല്ലാത്ത ഒരു, ഇനിയിപ്പോ നെഗറ്റീവ് ആണെങ്കിലും ആവറേജ് ആണെങ്കിലും പടം സെലിബ്രേഷൻ ആണ് വിജയ് ഫാൻസ്. കണ്ടല്ലേ, എവിടെ തെളിവ് കണ്ടല്ല, ഇങ്ങനെ കേൾക്കുമല്ലോ. നമ്മൾ അതിന് വേണ്ടിട്ട് ഉറക്കം കഴിഞ്ഞ് ജോലിയും കളഞ്ഞിട്ട് വന്നതല്ലേ. തളപതി വരെയാണ്. അപ്പൊ ട്രെയിലറൊക്കെ കണ്ടപ്പോ ചെറിയ രീതിയിൽ നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നെഗറ്റീവ് ഒന്നുമില്ല, കാരണം ആ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ എടുക്കുന്നത്. പിന്നെ അത് വലിയ നെഗറ്റീവ് ഒന്നുമില്ല. അറിയേണ്ടത് പറഞ്ഞോണ്ടിരിക്കും, നമുക്ക് ഒരു കല്ലി കല്ലി. എങ്ങനെ എക്സ്പെക്ടേഷൻ എന്താണ്? എക്സ്പെക്ടേഷൻ നല്ല എക്സ്പെക്ടേഷൻ തന്നെ. നമുക്ക് നാളെ പൊളിക്കണം, അത്രേ ഉള്ളൂ. നോർമൽ ഒരു വിജയ് പടത്തിന് അത്ര ഹൈപ്പ് ഉണ്ടോ? പ്രതീക്ഷ ലാസ്റ്റ് പടവും കൂടിയൊക്കെ ആയിട്ട് പോലും ഒരു ഹൈപ്പ് പ്രതീക്ഷയുണ്ട്. നമ്മൾ പ്രതീക്ഷയില്ലാതെ പിന്നെ വിജയ് ഫാൻസ് എന്തിനാ നിൽക്കുന്നത്? നമുക്കൊരു രാഷ്ട്രീയത്തിലോട്ട് പോയിട്ട് നമുക്കൊരു ഇത് ലാസ്റ്റ് പടമല്ലേ, അതുകൊണ്ട് കാണണമെന്നൊക്കെ നല്ലൊരു പ്രതീക്ഷയുണ്ട് പടത്തില്. വെങ്കട് പ്രഭുവിന്റെ ആയതുകൊണ്ടാണ് പിന്നെ ഒരു ചെറിയ പ്രതീക്ഷ കുറവ്. എന്തായാലും കുഴപ്പമില്ല, നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. പടം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം, നമുക്ക് അത്രേ ഉള്ളൂ. പടം ഒന്ന് വിജയുടെ ലാസ്റ്റ് പടം അല്ലേ, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം പടം ഒന്ന്, അത്രേ ഉള്ളൂ. അതേ ഉള്ള ആഗ്രഹം. ഇപ്പം എന്ന് പറയുമ്പോൾ മ്യൂസിക്കിന്റെ അത് വെച്ച് കുറച്ച് പോയി, പക്ഷെ കുഴപ്പമില്ല. മ്യൂസിക്കിലല്ല കാര്യം, പടത്തിലല്ല കാര്യം. ആ ബിജിഎം യുവൻ ശങ്കർ രാജനല്ല, ബിജിഎം ഒക്കെ സെറ്റ് ആയിരിക്കും. സംശയം ഉണ്ടെങ്കിൽ ഇതേ സമയത്ത് ഇവിടെ വന്നിട്ട് നോക്കാം. നാളെ ഫാൻസിന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള എല്ലാം പടത്തിൽ കാണും. 100% ഉണ്ട്, ഒരു വിഷയമല്ല, അതൊരു തർക്കമല്ല, സംശയമില്ല. ഇപ്പൊ പടം ഇറക്കുന്നതിന് മുമ്പേ കണ്ടില്ല, പിന്നെ എന്തായിരിക്കും നാളെ എന്തായിരിക്കും അവസ്ഥ? ഫാൻസ് കളിച്ച് കുഴഞ്ഞു വന്നത് എങ്ങനെയാണ്? സൂപ്പർ പടമായിരിക്കും, അണ്ണം പൊളിക്കും, നമ്മൾ കട്ടക്കുണ്ട്. എങ്ങനെയാണ് പടത്തിനെ പറ്റി ഹൈപ്പൊന്നും ഇല്ല, കാര്യം ഡയറക്ടറിനെ അറിയാലോ, നാളെ അറിയാം. വിജയ് പടം നെഗറ്റീവ് ആണെങ്കിലും സെലിബ്രേറ്റ് ചെയ്യും. അല്ല, പടം എന്തായാലും തൂക്കും, അത് വേറെ കാര്യം. കളക്ഷൻ എന്തായാലും അടിക്കുന്നത് നെഗറ്റീവ് ആണെങ്കിലും, പക്ഷെ പോസിറ്റീവായ ഒന്നും പറയണ്ട. പക്ഷെ നോർമൽ ഒരു വിജയ് പടത്തിന് ഹൈപ്പ് ഇല്ല എന്ന് തോന്നി. ഹൈപ്പില്ല, ഒട്ടും ഹൈപ്പില്ല. പരിപാടി തന്നെ ലിയോട് അത്ര വന്നിട്ടില്ല. വിജയണ്ണ തകർക്കും എന്തായാലും ഉറപ്പാ. എന്റെ മോൻ വരെ വിജയ് ഫാൻ ആണ്. നോർമൽ ഒരു വിജയ് പടത്തിന്റെ അത്ര ഹൈപ്പ് പ്രതീക്ഷ ഉണ്ടോ? ഇതിനും കൊടുക്കുന്നുണ്ട് ഫാൻസ്. ഞങ്ങൾ അണ്ണനെ മാത്രമേ നോക്കത്തുള്ളൂ, എന്തായാലും ഹൈപ്പാ. ഞങ്ങൾ അണ്ണനെ മാത്രം നോക്കേണ്ട ആവശ്യമുള്ളൂ, വേറെ സംവിധാനം നമ്മൾ നോക്കത്തില്ല. അണ്ണന് വേണ്ടി വന്നേക്കുക. എനിക്ക് ഫസ്റ്റിലെ നല്ല പ്രതീക്ഷ ഇല്ലായിരുന്നു, കാരണം അത്ര പ്രൊമോഷനോ ഈ പടത്തിന് ലിയോ അത്രയും പ്രൊമോഷൻ. പക്ഷേ ഓരോ അപ്ഡേറ്റ് ഡയറക്ടറും അവരത്രയും കോൺഫിഡൻസോടെ പറയുമ്പോൾ ഉറപ്പാടും പടത്തിനകത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകം. പിന്നെ ഡയറക്ടറിൽ എനിക്കൊരു വിശ്വാസമുണ്ട്, കാരണം പുള്ളി ഒരേ സബ്ജക്റ്റ് തന്നെ ചെയ്യത്തില്ല. മങ്കാത്താണ് ഒരു പടം ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാലും അത് ബോയ്സിന്റെ ഒരു പടം, പക്ഷേ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു സസ്പെൻസ് വെങ്കട് പ്രഭു ഒളിപ്പിച്ചൊക്കെ വന്നൊരു പ്രതീക്ഷ ഉണ്ട്. നമ്മുടെ വിജയുടെ ലുക്കും അങ്ങനെ കുറച്ച് നെഗറ്റീവ്. വിജയുടെ ഞാനും ഫസ്റ്റ് ആസ് എ വിജയ് ഫാൻ ഞാൻ ഫസ്റ്റ് വന്നപ്പം അത് ചെയ്യണ്ടായിരുന്നു. പക്ഷേ പുള്ളി ഡയറക്ടറും എന്റെ അസോസിയേറ്റ് പറഞ്ഞൊക്കെ അതിനകത്തൊരു മെയിൻ സീക്വൻസോ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറം റോളായിരിക്കും ആ റോള്. ഒരു DH ഒറ്റ ലുക്ക് കൊണ്ടല്ല പറ്റില്ല, പക്ഷെ നമ്മൾ ട്രെയിലർ കണ്ടപ്പോ കണ്ട് ആ റോളിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് ആ ട്രെയിലറിൽ നിന്ന് മനസ്സിലാവും. ഒരു ലുക്ക് കൊണ്ട് വിലയിരുത്താനാണെങ്കിൽ, പക്ഷെ നമ്മൾ ആലോചിക്കണം 50 വയസ്സുള്ള ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ 20 വയസ്സ് കൂടുതൽ പറയത്തില്ല. അപ്പൊ പടം എന്തായാലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. പടം നമ്മൾ എന്തോ കാരണം വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്നത്, ഇനി അടുത്ത അങ്ങോട്ട് ഉള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തായാലും സെലിബ്രേറ്റ് ചെയ്യും.